നമസ്കാരം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രിക്കെ ഇൻസാഫ് നേതാവുമായ ഇമ്രാൻഖാൻ അഡിയാല ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടുവെന്ന സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചരണം. മുറിവേറ്റ് അവശനായി കിടക്കുന്ന ഇമ്രാൻഖാന്റെ ചിത്രത്തോടൊപ്പമാണ് പ്രചരണം അഴിച്ചുവിട്ടത്. എന്നാൽ ഇത് സത്യമല്ല എന്ന് പാക് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI ജയിലിനുള്ളിൽ കൊലപ്പെടുത്തിയതായി അവകാശപ്പെടുന്ന ഒരു പോസ്റ്റാണ് വലിയ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ജയിലിനുള്ളിൽ ഇമ്രാൻഖാനെ വിഷം നൽകി കൊലപ്പെടുത്തിയെന്നും അതല്ല മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് അവകാശവാദം. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയതാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു പത്രക്കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മരിച്ചതായി അഗാധമായ ഖേദത്തോടെയും ഗൗരവത്തോടെയും സ്ഥിരീകരിക്കുന്നുവെന്ന് പറയുന്ന തരത്തിലുള്ളതാണ് പ്രചരിക്കുന്ന പത്രക്കുറിപ്പ്. സമഗ്രമായ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് സംഭവം നടന്നത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇത് വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിച്ചതോടുകൂടി പാക് മാധ്യമങ്ങൾ വാർത്ത നിഷേധിക്കുകയും വ്യാജമാണ് എന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ സർക്കാരോ ജയിൽ അധികൃതരോ ഔദ്യോഗിക സ്ഥിരീകരണമോ പ്രസ്താവനയോ പുറത്തിറക്കിയില്ല. 2013 ലാഹോറിലെ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ ഫോർക്ക് ലിഫ്റ്റിൽ നിന്ന് വീണ് പരക്കേറ്റ ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തേത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നത്. 2022 അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് ഇമ്രാന് പ്രധാനമന്ത്രി പദം നഷ്ടമായത്. അഴിമതി അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി 2023 ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യുന്നത്. തോഷോഖാന കേസിൽ അദ്ദേഹത്തിന് 3 വർഷക്കാലത്തെ തടവ് ലഭിച്ചു. പ്രധാനമന്ത്രിയായിരിക്കെ ലഭിച്ച വില കൂടിയ സമ്മാനങ്ങളിൽ സ്വന്തം നിലയ്ക്ക് വിറ്റ് പണമാക്കി എന്നതാണ് ഇമ്രാന്റെ പേരിലുള്ള തോഷോഖാന കേസ്. ഉന്നത പദവിയിലുള്ളവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങൾ തോഷഖാന എന്ന വകുപ്പിലേക്ക് കൈമാറണം എന്നാണ് ചട്ടം. അത് ലംഘിച്ചുവെന്ന് കോടതി കണ്ടെത്തിയതോടെയാണ് 3 വർഷം തടവ് ലഭിച്ചത്. വിവാഹത്തിൽ മതനിയമലംഘനം നടത്തിയെന്നതാണ് മറ്റൊരു കേസ്. ഇതിൽ ഇമ്രാൻഖാനും ഭാര്യ ബുഷ്ര ബീവിക്കും 7 വർഷം തടവും പിഴയും ശിക്ഷയായി ലഭിച്ചു. ഇമ്രാൻഖാന്റെ 3ാം ഭാര്യ ബുഷ്രയുടെ ആദ്യ ഭർത്താവ് ഖവാർ മനേക്ക നൽകിയ പരാതിയിലാണ് ഇരുവർക്കുമെതിരെ ശിക്ഷ വിധിച്ചത്. ഈ വർഷം തുടക്കത്തിൽ അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിൽ ഇമ്രാൻഖാനെ 14 വർഷത്തേക്ക് കൂടി ശിക്ഷിച്ചു. അൽ ഖാദിർ സർവകലാശാല സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പൊതുഖജനാവിലേക്ക് 5000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നതാണ് കേസ്. മാലിക് റിയാസ് എന്ന റിയൽ എസ്റ്റേറ്റ് വ്യവസായിക്ക് കള്ളപ്പണ ഇടപാടിൽ സഹായം നൽകി പകരം ഭൂമി വാങ്ങിയെന്നതാണ് ആരോപണം.